പേജ് നമ്പർ 14 പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത്. ഈ ചിത്രങ്ങൾ ഞാൻ ഇനി വരയ്ക്കുന്നില്ല. നമുക്കറിയാം 3 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും എടുത്ത് നമ്മൾ വരച്ച് കഴിഞ്ഞതാണ്. അതിൽ അളവിന് മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ഇതെല്ലാം 3 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത് എന്ന് മാത്രം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനടിയിലുള്ള ചിത്രമാണ്. ഈ ചതുരപ്പെട്ടി വരയ്ക്കണം. അപ്പം അതെങ്ങനെ വരയ്ക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ചോദ്യം പറഞ്ഞിട്ടുണ്ട്, draw the first picture with the lengths are shown and then color it as in the second picture. അതായത് ഈ ആദ്യത്തെ ചിത്രം നിങ്ങൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. എന്നിട്ട് ഈ രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ കളർ കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത്. കാരണം ചില വരകളൊക്കെ മായ്ച്ച് കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഞാനത് സ്കെച്ച് പെന്നുകൊണ്ട് കാണിച്ചും തരാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുള്ള ചതുരം വരയ്ക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദ്യം ഞാൻ ഈ വര നീട്ടി അങ്ങോട്ട് വരയ്ക്കുകയാണ്. ഈ വര നീട്ടി വരച്ചു. അതിനകത്ത് 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. അപ്പം ഈ വര നമുക്ക് എന്ത് ചെയ്യാം? സ്കെച്ച് പെന്നുകൊണ്ട് വരയ്ക്കാവുന്നതാണ്. 5 സെന്റിമീറ്റർ. ഇനി ചെയ്യേണ്ടത്, നമ്മുടെ സെറ്റ് സ്ക്വയർ എടുത്തു. സെറ്റ് സ്ക്വയർ എടുത്തതിന് ശേഷം 3 സെന്റിമീറ്റർ കുത്തനെയുള്ള വര വരയ്ക്കണം. അപ്പം ഇതിവിടെ വെച്ചു. കറക്റ്റ് വെച്ചതിന് ശേഷം ഞാൻ പെൻസിൽ കൊണ്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇത്രയും ഭാഗം വരച്ചു. ഇനി ഇതിനകത്ത് 3 സെന്റിമീറ്റർ കറക്റ്റ് അളന്നിട്ട് ഞാൻ ആ വര, ബാക്കി ഭാഗം നമ്മൾ പകുതി കുറച്ച് ഭാഗം വിട്ടിരുന്നു അല്ലേ, അതും കൂടെ ഉൾപ്പെടെ ഞാൻ യോജിപ്പിച്ചു. നോക്കൂ, ഇനി ഇവിടെ എഴുതി 5 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു സെറ്റ് സ്ക്വയറിൻ്റെ മൂല ഇവിടെ വളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് കിട്ടാനാണ് ഞാൻ സ്കെയിൽ ഉപയോഗിച്ചത്. ഇനി അതേപോലെ ഇവിടെയും നമുക്ക് എന്ത് കിട്ടണം? 3 സെന്റിമീറ്ററിൽ കിട്ടണം. അപ്പം അതിനു വേണ്ടി ഈ സെറ്റ് സ്ക്വയർ എടുത്തു. ഈ ബേസ് ഞാൻ നീട്ടി വരച്ചിട്ടുണ്ട്. ആ ബേസിനകത്ത് സെറ്റ് സ്ക്വയർ വെച്ചു. വെച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഭാഗം പെൻസിൽ കൊണ്ട് വരച്ചു. അപ്പം ഈ മൂല ഞാൻ യോജിപ്പിച്ചിട്ടില്ല. അത് ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിച്ചാണ് യോജിപ്പിക്കുന്നത്. അതിനുവേണ്ടി കറക്റ്റ് 3 സെന്റിമീറ്റർ ഇതിനകത്ത് കറക്റ്റ് വെച്ചു. സ്കെച്ച് പെന്നു കൊണ്ട് ഞാനിവിടെ യോജിപ്പിച്ചു. ഇനി ഈ വരയും നമുക്ക് എന്ത് ചെയ്യാം? യോജിപ്പിക്കാം. ഇതിന് ഇനി വേറെ പ്രശ്നമില്ല. കറക്റ്റ് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ചെയ്യേണ്ടത്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അറിയാം ഇവിടെ ഒരു ചെരിവ് 2 സെന്റിമീറ്റർ നീളമുള്ള വരയാണ് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ ഈ മൂലയാണ് ഞാൻ എടുക്കുന്നത്. നല്ല ചെരിവുണ്ട് അല്ലേ? ആ നല്ല ചെരിവുള്ളത് കൊണ്ട് തന്നെ ഈ മൂല അല്ല എടുക്കുന്നത്, ഇതാണ് എടുക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാം, ഞാനിവിടെ ഇതിലോട് ചേർത്ത് വെച്ചു. ഈ വരയോട് ചേർത്ത് വെച്ചു. ചേർത്ത് വെച്ചതിന് ശേഷം ഇവിടെ പെൻസിൽ കൊണ്ട് വരച്ചു. ഈ വരയിൽ, ഈ വരയ്ക്കകത്ത് 2 സെന്റിമീറ്റർ കറക്റ്റ് നമുക്ക് അളന്നിട്ട് വരയ്ക്കാം. 2 സെന്റിമീറ്റർ കൃത്യമായിട്ട് അളന്ന് സ്കെച്ച് പെന്നുകൊണ്ട് വരച്ചു. അതേപോലെ ഇവിടെയും വരയ്ക്കണം. ഇവിടെ വരയ്ക്കണമെങ്കിൽ ഞാൻ ഇവിടെ വര നീട്ടി വരയ്ക്കണം. ബേസ് എനിക്കില്ല. ബേസ് ഇല്ലെങ്കിൽ, ഇവിടെ വെക്കാനുള്ള ഒരു വര ഇല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ചെരിഞ്ഞു പോയാലും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വര ഇവിടെ നോക്ക്, കറക്റ്റ് വെച്ചിട്ട് ഇത് നീട്ടി അങ്ങോട്ട് വരച്ചു. വരച്ചതിന് ശേഷം സെറ്റ് സ്ക്വയർ വീണ്ടും എടുത്തു. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ വരയിൽ ചേർത്ത് വെച്ചു. ചേർത്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ വരയ്ക്കുന്നത് പെൻസിൽ കൊണ്ട് തന്നെയാണ്. ഇനി അത് കറക്റ്റ് 2 സെന്റിമീറ്റർ അളന്ന് ഈ മൂല യോജിപ്പിക്കത്തക്ക രൂപത്തിൽ ഞാനിവിടെ സ്കെച്ച് പെന്നുകൊണ്ട് വരയ്ക്കാൻ പോവുക. രണ്ട് സെന്റിമീറ്റർ. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ വര ഇങ്ങോട്ട് യോജിപ്പിക്കാം. അത് സ്കെച്ച് പെൻ ഉപയോഗിച്ച് തന്നെ യോജിപ്പിക്കാവുന്നതാണ്.
ഇത്രയും കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇവിടെ കിട്ടണം അല്ലേ? ഇവിടെ കിട്ടണമെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യണം? സെറ്റ് സ്ക്വയർ എടുത്ത് അതേ ചെരിവിൽ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് വരയ്ക്കാം. സെറ്റ് സ്ക്വയർ വരച്ചിട്ട് ഞാൻ ആദ്യം ബേസ് നീട്ടി വരച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് കിട്ടണമെങ്കിൽ സെറ്റ് സ്ക്വയറിന്റെ മൂലം ഒരു അല്പം മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് കൊണ്ട് നമുക്ക് കറക്റ്റ് കിട്ടാതെ വരും. ഞാൻ അവിടെ പെൻസിൽ ഉപയോഗിച്ച് വരച്ചു. അതിനകത്ത് ഇവിടെയും 2 സെൻറ്റിമീറ്റർ തന്നെ എടുത്തിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. 2 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? ഇതങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. ഈ ചിത്രത്തിലെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ബാക്കിയുള്ള വരകൾ മുഴുവൻ മായ്ച്ച് കളയണം. കാരണം നമുക്ക് ഇത്രയും കണ്ടാൽ മതി. അതിനുശേഷം ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതുകൊണ്ട് വരച്ച ഇവിടെ ഡാർക്ക് കളർ പച്ചയും ഇവിടെ ലൈറ്റ് കളർ പച്ചയുമാണ്. നമുക്കതൊന്ന് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നല്ല സന്തോഷം. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങളൊക്കെ നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുമെന്ന് കരുതുന്നു. ധാരാളം ചിത്രങ്ങളൊക്കെ വരച്ച് ഒരു മാഗസിനും നിങ്ങൾ തയ്യാറാക്കൂ. ഇപ്പൊ നോക്കൂ, ഇവിടെ ചിത്രത്തിൽ തന്നതുപോലെ നമ്മളൊരു ചതുരക്കട്ട വരച്ചു. അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്തു അല്ലേ? പച്ച കളറും ഇളം പച്ച കളറും. അപ്പം നിങ്ങൾ ആദ്യം പെൻസിൽ കൊണ്ട് വരയ്ക്കുക. എന്നിട്ട് ഈ ആവശ്യമുള്ള ഈ പെട്ടിക്കോളത്തിൻ്റെ വരകൾ മാത്രം നിങ്ങൾ സ്കെച്ച് പെന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഡാർക്ക് കളർ കൊണ്ടോ പെന്നുകൊണ്ടോ വരയ്ക്കുക. വരച്ചതിന് ശേഷം ഇതുപോലെ കളർ എടുക്കുക. ഓക്കെ ആയില്ലേ? ഒന്നാമത്തെ ചിത്രം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനടിയിൽ മറ്റൊരു ചിത്രം കൂടി ഉണ്ട്. ഈ 2 ചിത്രങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ത്രിമാന രൂപങ്ങളാണ്, 3 ഡയമെൻഷൻ അല്ലേ? ഇനി നമുക്ക് ഇത് വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കി അറിയാം സെയിം അളവാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ചിത്രത്തിലെ എല്ലാ വരകളും നമുക്ക് ഒരേ അളവെടുത്തുകൊണ്ട് വരയ്ക്കാം. വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതെങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ മട്ടത്തിൻ്റെ മൂല ഇവിടെയുള്ളത് എന്ത് ചെയ്യണം? മട്ട മൂല വെക്കണം. ഇവിടെ ചെരിഞ്ഞിട്ടുള്ളതും വെക്കാം. അപ്പോൾ നിങ്ങൾ റെഡിയാണല്ലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പം നമുക്ക് അതേപോലെയുള്ള ചിത്രം നമുക്ക് ലഭിച്ചു അല്ലേ? കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഇത് കൃത്യമായിട്ട് പേജ് നമ്പർ എഴുതിയതിന് ശേഷം ഈ ചോദ്യം എഴുതി ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഈ ചിത്രങ്ങൾ വരയ്ക്കുക. അടുത്ത ചോദ്യം എഴുതിയിട്ട് വേണം ഇത് വരയ്ക്കാൻ. അപ്പോൾ കൂട്ടുകാർക്ക് വരയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി അടുത്തത് വട്ടക്കണക്കാണ്. അപ്പോൾ ആ ഭാഗം ഇനി ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കൂട്ടുകാർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും നന്നായിട്ട് വരയ്ക്കുക. നോട്ട്ബുക്കിൽ നന്നായിട്ട് കളർ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കണക്കിൻ്റെ നോട്ട്ബുക്ക് ഏറ്റവും മനോഹരമായി കാത്തു സൂക്ഷിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ കമൻ്റൊക്കെ എഴുതിയിടുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ എനിക്ക് ആവശ്യമാണ്. എൻ്റെ ധാരാളം സമയം ചെലവഴിച്ചിട്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോ ഇടുന്നത്. അപ്പം ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ. ബൈ.